കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ സ്കൂട്ടർ യാത്രക്കാരിയുടെ കാലിലേക്ക് സ്ലാബ് പതിച്ചു. പരിക്കേറ്റ ഉമയനെല്ലൂർ സ്വദേശി തസ്ലീമയെ ആശുപത്രിയിലേക്ക് മാറ്റി. കൊട്ടിയം ജംഗ്ഷനിലെ തിരക്കേറിയ റോഡിലാണ് അപകടമുണ്ടായത്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, ദേശീയപാതയിലെ അപകടം തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. എല്ലായിടങ്ങളിലും അപകടം. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ദേശീയപാത നിർമ്മാണവും വികസനവും ഒക്കെ ആളുകൾക്ക് ആവശ്യമാണ്. പക്ഷേ ജനജീവിതത്തിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് വേണം നിർമ്മാണങ്ങൾ നടക്കാനുള്ള പ്രാഥമിക തത്വങ്ങൾ പോലും ലംഘിച്ചതിന്റെ ഒരു അപകടമാണ് കൊല്ലം കൊട്ടിയത്തുണ്ടായിരിക്കുന്നത്. 3:30യോടുകൂടെയാണ്, അതായത് ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗത്താണ് ഈ അതായത് ഈ സ്ലാബ് ഇരുന്നത്. അതാണ് മറിഞ്ഞ് റോഡിലേക്ക് വീണ് വലിയൊരു അപകടമുണ്ടായത്. ഇതുവഴി ഈ റോഡിനോട് ചേർന്നുകൊണ്ട് ഒരു ഇരുചക്ര വാഹന യാത്രക്കാരി പോവുകയും ഉമയനെല്ലൂർ സ്വദേശിയായിട്ട് തസ്ലീമ പോവുകയും അവരുടെ വലതു കാലിന്റെ ആ ഭാഗത്തേക്ക് ആണ് ഇത് തകർന്നു വീണുകൊണ്ട് ഒരു അപകടം സംഭവിച്ചത്. അതുതന്നെയാണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഇത്തരത്തിൽ ഈ നിർമ്മാണം നടക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ ആ പാലത്തിന്റെ അത്രയും ഉയരത്തിൽ ഈ കോൺക്രീറ്റ് ഈ കട്ടകൾ അടുക്കി ഉയർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ അങ്ങനെ ഉയർത്തുന്ന സമയത്ത് എത്രത്തോളം സുരക്ഷിതം ഒരുക്കിക്കൊണ്ട് ഈ നിർമ്മാണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വലിയൊരു ചോദ്യം വരുന്നത്. നേരത്തേക്ക് തന്നെ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തതാണ്. പക്ഷേ ഒരു അപകടം ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് അപകടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 34 ദിവസത്തോളം ഇവിടെ നിരാഹാരം ഉൾപ്പെടെ കിടന്നത് ഈ മതിലിവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു കൊട്ടിയത്ത് എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു. ഇത്രയും നമുക്കറിയാം, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കറിയാം, ഈ വണ്ടി ബ്ലോക്ക് ആവുന്നത് നിരന്തരമായിട്ടുള്ള കാഴ്ചയാണിത്. ഈ സൈഡിൽ ഒരു സുരക്ഷിത രീതിയിലാണ് ഇവിടെ സൈഡിൽ ഒരുപാട് ഹോളുകളും ഒക്കെ ആയിട്ട് വണ്ടികളൊക്കെ ചെന്ന് അതിനകത്ത് വീഴുകയൊക്കെ ചെയ്യുകയാണ്. നമുക്ക് വേണ്ട ഇതിനകത്തൊരു ശാശ്വത പരിഹാരം. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ മതിലുണ്ടാക്കിയിരിക്കുന്നത്? അതാണ് നമുക്കറിയാനുള്ളത്. ആർക്ക് വേണ്ടിയാണ്? ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് കരുനാഗപ്പള്ളി മോഡൽ അല്ലെങ്കിൽ ഇപ്പം കഴക്കൂട്ടം മോഡലുള്ള എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു കൊട്ടിയത്തെ സംബന്ധിച്ചോളം വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പാണ് ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും ഹൈറ്റിൽ ഏകദേശം 5 പാളിയുടെ മേളിൽ നിന്നാണ് പൊട്ടലുണ്ടായത്. ആ പൊട്ടൽ നിരന്തരമായ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് അവർ വന്നിട്ട് അത് ശരിയാക്കി തന്നത്. അല്ലെങ്കിൽ വലിയൊരു അപകടം അവിടെ നടന്നേനെ. ഈ പറയുന്നത് പോലെ തന്നെ വലിയ അപകടമാണ് ആളുകളെയൊക്കെ കാത്തിരിക്കുന്നത്. പരാതികൾ ഉയർത്തി, പക്ഷെ വീണ്ടും ഒരു അപകടം ഉണ്ടായി. ഇങ്ങനെ ചരിഞ്ഞു പോകുന്നത് ഒരു പേടിയുണ്ടാക്കുന്ന കാര്യമല്ലേ? പിന്നെ ജീവൻ രക്ഷപ്പെടുന്നത് വലിയ കാര്യമാണ്. ഇവിടെ ഇതിന് അടിയിൽ കൂടി പോകുമ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഒക്കത്തില്ല. തന്നെയാണ് നമുക്ക് കാണാം. വലിയ തിരക്കുള്ളൊരു റോഡാണ്. വൈകുന്നേര സമയമായാലും എല്ലാ സമയത്തും വലിയ തിരക്കുള്ളൊരു റോഡാണ്. ഇവിടെയാണ് ഒരു അപകടം സംഭവിച്ചത്. ഈ അപകടം സംഭവിച്ച വാഹനവും ഇതിന് സമീപത്തായി തന്നെ എടുത്തു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ള ഈ ഒരു സ്കൂട്ടറിന്റെ ഒരു വശം മുഴുവൻ തകർന്നിരിക്കുകയാണ്. അതായത് ഈ വാഹനത്തിലായിരുന്നു ആ തസ്ലീമ പോവുകയും ഇതിന്റെ ഈ വശത്തേക്ക് ആ സ്ലാബ് വന്ന് പതിക്കുകയും ഈ വശം ആകെ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആഘാതമാണ് ആ അപകടത്തിനുണ്ടായതെന്നുള്ളത്. പക്ഷേ ഒരു നിരുത്തരവാദിത്വം എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയുടെ ആളുകളോ അല്ലെങ്കിൽ ആ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇവിടെ എത്തിയതിന് മറ്റു നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അവരെ പരിക്കേറ്റ സ്ത്രീയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടെ മാത്രമാണ് മാറ്റിയത്. എന്തായാലും സുരക്ഷ ഒരുക്കണമെന്നൊരാവശ്യമാണ് ശക്തമായി ഉന്നയിക്കുന്നത്. ശരി ലിജോ.